കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പുറത്തുവിട്ട് കോൺഗ്രസ് 40 സീറ്റിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. ആകെയുള്ള 76 സീറ്റിൽ 65 സീറ്റിലാണ് കോൺഗ്രസ് മത്സരിക്കുക. ദീപ്തി മേരി വർഗീസ്, കോർപ്പറേഷൻ മുൻ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരീത്തറ എന്നിവർ ആദ്യഘട്ട പട്ടികയിലുണ്ട്. റാഫി കരീം കൊച്ചിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. റാഫി, കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുള്ള സ്ഥാനാർത്ഥികളെ ഇപ്പോൾ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ആ പട്ടികയിൽ പ്രമുഖരുണ്ട്. ഇതെല്ലാം കൂടി ഒറ്റക്കെട്ടായി എടുത്ത തീരുമാനമാണ് എന്ന് കോൺഗ്രസ് പറയുന്നുണ്ടോ? ഇനിയിപ്പോൾ ഏതൊക്കെ ഇടങ്ങളിലാണ് പ്രധാനമായും ഇനി പ്രഖ്യാപനം ബാക്കിയുള്ളത്? ഇടങ്ങളിൽ 65 സ്ഥലങ്ങളിലാണ് 65 ഡിവിഷനുകളിലാണ് കോൺഗ്രസ് മത്സരിക്കുന്നത്. ഈ 65 ഡിവിഷനുകളിലെ 40 ഡിവിഷനുകളിലുള്ള സ്ഥാനാർത്ഥികളാണ് ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും പറയേണ്ടത് ജനറൽ സീറ്റുകളിലേക്ക് വനിതകളെ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ 40 പേരിൽ 3 ജനറൽ സീറ്റുകളിൽ വനിതകൾ സ്ഥാനാർത്ഥിയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത. ഇപ്പോൾ ആദ്യഘട്ടത്തിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ ഉള്ളത് അതിൽ ഒന്ന് മഞ്ജു ജേക്കബ്, സീന ഗോകുലൻ, ഒപ്പം തന്നെ ദീപ്തി മേരി വർഗീസ്. ഇവർ 3 പേരും ജനറൽ സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. ഒപ്പം തന്നെ ആദ്യ 40 പേരിൽ 22 ഇടങ്ങളിൽ വനിതകളാണ് സ്ഥാനാർത്ഥികളായി വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് സൂചിപ്പിച്ചതുപോലെ ആദ്യഘട്ടത്തിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ നിലവിലുള്ള മത്സരിച്ച ആളുകൾ, നിലവിൽ കൗൺസിലറായിരിക്കുന്ന ആളുകൾ, ഒപ്പം തന്നെ പുതിയ മുഖങ്ങൾ, ഒപ്പം യുവാക്കൾ, ഈ നിരയിലേക്കുള്ള ആളുകളാണ് ആദ്യ 40 പേരിൽ ഇടം പിടിച്ചിരിക്കുന്നത്. ഇനി 25 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുണ്ട്. DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പങ്കുവച്ചതനുസരിച്ച് ഇനി വരുന്ന 25 പേരുകളിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളെ പ്രതീക്ഷിക്കാം. ഒപ്പം തന്നെ വിദ്യാർത്ഥികൾ, യുവാക്കൾ, ഈ നിരയിൽ നിന്നുള്ള ആളുകളെ പ്രതീക്ഷിക്കാം എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ ഇനിയും ജനറൽ സീറ്റുകളിൽ കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും എന്നുള്ളതാണ് നിലവിൽ പങ്കുവെക്കുന്ന വിവരം. അങ്ങനെ വരുമ്പോൾ ഇത്തവണ കോൺഗ്രസിന്റെ ഏറ്റവും കൂടുതൽ വനിതാ സ്ഥാനാർത്ഥികളുള്ള ഒരു കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായിരിക്കും. അത്തരത്തിലുള്ള ഒരു സ്ഥാനാർത്ഥി പട്ടികയായിരിക്കും പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഒപ്പം തന്നെ CPM ഏരിയ കമ്മിറ്റി അംഗമായ ആളുകളും ഇത്തവണ കോൺഗ്രസിൽ മത്സരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ബാബു വൈറ്റൽ ഡിവിഷനിൽ, പൊന്നൂരിന്റെ ഡിവിഷനിലാണ് മത്സരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് UDF-ലെ സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച്, അതായത് സീറ്റ് ധാരണ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സീറ്റ് ധാരണ പൂർത്തിയായിരിക്കുകയാണ്. 76 ഇടങ്ങളിൽ 65 സ്ഥലങ്ങളിലാണ് നിലവിൽ കോൺഗ്രസ് മത്സരിക്കുന്നത്. 7 ഇടങ്ങളിൽ മുസ്ലിം ലീഗ് മത്സരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം 3 ഇടങ്ങളിൽ മത്സരിക്കുന്നു. ഒപ്പം RSPക്ക് 1 സീറ്റും ലഭിച്ചിരിക്കുന്നു. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി ഉണ്ടാകും. അത് RSPയുടെ സീറ്റിലാണ് മത്സരിക്കേണ്ടിയിരുന്നത്. എന്നാൽ അത് കോൺഗ്രസിന്റെയും ഒപ്പം തന്നെ എല്ലാവരുടെയും ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് അയാൾ മത്സരിക്കുന്നത് എന്നുള്ള വിവരമാണ്. ആ പട്ടിക പ്രഖ്യാപിച്ചിട്ടില്ല, അത് ഉടനെ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വ്യാഴാഴ്ചയാണ് UDF-ൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക പ്രതീക്ഷിക്കുന്നത്. വ്യാഴാഴ്ച മുസ്ലിം ലീഗിന്റെ യോഗമുണ്ട്. ആ യോഗത്തിന് ശേഷം, നേതൃയോഗത്തിന് ശേഷം വ്യാഴാഴ്ച മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകും. അടുത്ത ആഴ്ച ആദ്യത്തിൽ തന്നെ കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന 40 പേരുകൾ, അത് ചർച്ച ചെയ്ത് മറ്റ് വിമത നീക്കങ്ങൾ ഒഴിവാക്കിക്കൊണ്ടുള്ള പേരുകളാണ് എന്നുള്ളതാണ് നിലവിൽ പങ്കുവെക്കുന്നത്. വിമത നീക്കങ്ങൾ ഇത്തവണ കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നില്ല. അത് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ 1.5 മാസമായി നടത്തിയിരുന്നു എന്നുള്ളതാണ് മുഹമ്മദ് ഷിയാസ് പങ്കുവച്ചത്. കഴിഞ്ഞ തവണ വിമത നീക്കങ്ങൾ ഉണ്ടായിരുന്നു. കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന് ഭരണം നഷ്ടമായത് കഴിഞ്ഞ തവണയാണ്. കഴിഞ്ഞ തവണ ഭരണം നഷ്ടമായതിൽ പ്രധാന പങ്ക് വഹിച്ചത് വിമത നീക്കങ്ങളായിരുന്നു, സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിരുന്നു. ഇത്തവണ അത്തരത്തിലൊരു നീക്കങ്ങൾ ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് കൂടി നടത്തുന്നുണ്ട്. അതിന്റെ ഭാഗമായി കൂടിയാണ് 2 ഘട്ടത്തിലായി സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നത്. അടുത്ത 25 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതിന് റാഫി, എന്തായാലും തദ്ദേശ പോരിൽ കൊച്ചി കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലേക്കുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരിക്കുന്നു കോൺഗ്രസ്. 40 ഇടങ്ങളിലേക്കുള്ള പേരാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മുഹമ്മദ് ഷിയാസിന്റെ എറണാകുളം DCC പ്രസിഡന്റിന്റെ വാക്കുകളിലേക്ക്. ആദ്യഘട്ടമായി 76 ഡിവിഷനിലെ കോൺഗ്രസ് മത്സരിക്കുന്ന 65 സീറ്റിൽ 40 സ്ഥാനാർത്ഥിമാരെ ആദ്യഘട്ടമായി പ്രഖ്യാപിക്കുകയാണ്. 34 സ്റ്റേഡിയം അവിടുത്തെ മുൻ കൗൺസിലർ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്, KPCC ജനറൽ സെക്രട്ടറിയാണ് അഡ്വക്കേറ്റ് ദീപ്തി മേരി വർഗീസ്. ജനറൽ സീറ്റിലാണ് ദീപ്തി മത്സരിക്കുന്നത്. പനമ്പള്ളി നഗർ 50 ആന്റണി പൈനുന്തറ, മുൻ കൗൺസിലർ കൂടിയാണ് ആന്റണി പൈനുന്തറ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.